പ്രമുഖ യൂട്യൂബറായ എബ്രഹാംസ് വേൾ എന്ന ചാനൽ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു? നമ്മൾ ഓരോരുത്തരും ഹാക്ക് ചെയ്യപ്പെടുമോ? എങ്ങനെയാണ് ഒരു ഹാക്കറെ റോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് യൂട്യൂബ് ലോകത്ത് തരംഗം സൃഷ്ടിച്ച 2 പേരാണ് റോസ്റ്റിംഗിലൂടെ 1 മില്യൺ അടിച്ച അർജുനും അതുപോലെ തന്നെ ഹാക്കർ അറ്റാക്ക് കൊണ്ട് തന്നെ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒന്നിച്ച് നഷ്ടമായ എബ്രഹാംസ് വേൾ എന്ന ചാനലും. എന്താണ് എബ്രഹാംസ് വേൾ എന്ന ചാനൽ സംഭവിച്ചത്? എങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു? ഇനി നമ്മൾ ഓരോരുത്തരും ഹാക്ക് ചെയ്യപ്പെടും. സംശയമുണ്ടോ? ഞാൻ തെളിയിക്കാം. അപ്പോൾ എങ്ങനെയാണ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടെന്നും നമ്മൾ ഓരോരുത്തരും ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യപ്പെടുമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് അമേരിക്കൻ. ഇറ്റ്സ് മീ റെജി. അപ്പൊ എന്താണ് ശരിക്കും എബ്രഹാംസ് വേൾ എന്ന ചാനലിന് സംഭവിച്ചത്? അത്യാവശ്യം പ്രമുഖനും 3 ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ യൂട്യൂബർ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇത് മനസ്സിലാക്കിയ ഹാക്കർ എന്ത് ചെയ്തു? താൻ ഉപയോഗിക്കുന്ന വിൻഡോസ് മെഷീൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യണമെന്നും വൺസ് പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ $1000 അതിന്റെ എമൗണ്ട് ആയിട്ട് തരാമെന്നും പറഞ്ഞ് സമീപിച്ചു. നോർമലി ഇങ്ങനത്തെ യൂട്യൂബറിന് പ്രൊമോഷൻ വീഡിയോ വന്നാൽ നമ്മൾ സ്വയം ട്രൈ ഔട്ട് ചെയ്ത് വാല്യൂ ഉള്ളതാണ്, യൂസ്ഫുൾ ആണോ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പ്രൊമോഷൻ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ എബ്രഹാംസ് വേളിനെ ഹാക്കർ സമീപിക്കുകയും ഒരു ലിങ്ക് അയച്ചു കൊടുത്തു. ഇത് ട്രൈ ഔട്ട് ചെയ്യുകയും സഡൻലി ഒരു എറർ വന്നു. എബ്രഹാംസ് വേൾ എന്ന യൂട്യൂബർ ഡൗട്ട് അടിച്ചപ്പോൾ തിരിച്ചു പറഞ്ഞു, ഓക്കെ ഇത് വർക്കാവുന്നില്ല, ഞാൻ ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഞാൻ നിർത്തുമെന്ന് പറഞ്ഞ് നിന്നെങ്കിലും ആ ഒരു സമയം കൊണ്ട് തന്നെ ഹാക്കേഴ്സ് ആ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. 1 ഡേ ആഫ്റ്റർ നൈറ്റ് കൊണ്ട് തന്നെ ഹാക്കേഴ്സ് മാക്സിമം ഡാറ്റ അവിടുന്ന് ശേഖരിച്ച് ഈ യൂട്യൂബറിന്റെ ചാനൽ അവർ ഹാക്ക് ചെയ്യപ്പെടുകയായിരുന്നു. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും ഒറ്റ രാത്രിയും കൊണ്ട് തന്നെ ആ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ വീഡിയോസും ഹൈഡ് ആക്കി ആ യൂട്യൂബ് ചാനൽ അവർ ടോട്ടലായിട്ട് അവർ ഏറ്റെടുത്തു, അവരുടെ പേരാക്കി. ഇങ്ങനെയാണ് ആ യൂട്യൂബിന്റെ ചാനൽ നഷ്ടപ്പെട്ടത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും സകല സെറ്റപ്പും ഉണ്ടായിരുന്നെങ്കിലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ചെറിയ അശ്രദ്ധ മൂലം ആ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. നമ്മുടെ ഓരോരുത്തരുടെ അശ്രദ്ധ നമുക്ക് തന്നെ ദോഷമായി തീരും. ഇതുപോലെ നമുക്കും കുറച്ച് അശ്രദ്ധകളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇനി നമ്മളൊക്കെ നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലൊക്കെ ഡിഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസർ ക്രോം ആണ്. ക്രോം ശരിക്കും ഒരു ഡാറ്റ കളക്ടറാണ്. ഈ ഡാറ്റ കളക്ടർ എന്താണെന്നല്ലേ ചെറിയ എക്സാമ്പിൾ പറയാം. എനിക്കൊരു വാച്ച് മേടിക്കണമായിരുന്നു. ഞാൻ വാച്ച് മേടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബ്രൗസറിൽ കയറി റീസെൻ്റ് ആയിട്ടുള്ള വാച്ചും ഓഫേഴ്സൊക്കെ നോക്കി അതിൻ്റെ പ്രൈസും അതിൻ്റെ എല്ലാം ഞാൻ മനസ്സിലാക്കി. ഞാൻ പിന്നീട് മേടിക്കാമെന്ന് വെച്ചു. പക്ഷെ നമ്മൾ ഇതിന് ശേഷം നമ്മുടെ ഫേസ്ബുക്ക് എടുക്കുകയോ യൂട്യൂബ് എടുക്കുകയോ ഏത് മീഡിയാസ് എടുത്താലും ഏത് ബ്രൗസേഴ്സ് നമ്മൾ ഓപ്പൺ ആക്കിയാലും നമുക്ക് പെട്ടെന്ന് വരുന്ന കൂടുതലും വാച്ചിനെ കുറിച്ചും വാച്ചിൻ്റെ ഓഫേഴ്സിനെ കുറിച്ചും ഇവിടെ ഓഫറുണ്ട്, അവിടെ 20% ഓഫർ ഉണ്ട്, 1 വീക്ക് മുമ്പ് ഇതായിരുന്നു ഓഫർ. എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് എല്ലാം അറിയുന്നത്? എനിക്ക് വാച്ച് വേണമെന്നോ, ഞാൻ വാച്ച് മേടിക്കാൻ പോവാമെന്നോ? അപ്പം നമ്മൾ ആദ്യം സെർച്ച് ചെയ്ത ഡാറ്റ ചോർന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളും ഹാക്ക് ചെയ്യപ്പെട്ടു എന്നല്ല അർത്ഥം. അപ്പം ശരിക്കും ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും ഒരു ഹാക്കർ വന്നിട്ട് ബാങ്കിലെ കുറച്ച് എൻ്റെ എമൗണ്ട് എടുത്തുകൊണ്ട് പോയാലോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും അക്കൗണ്ട്സിന്റെ പാസ്വേഡ് അടിച്ചു മാറ്റിയാൽ മാത്രമല്ല ഹാക്കിംഗ്. നമ്മൾ ഡാറ്റ നമ്മൾ അറിയാതെ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് അവർ എമൗണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു മെച്ചമുണ്ടെങ്കിൽ അതിനെ ഹാക്കിംഗ് എന്ന് തന്നെ വിളിക്കണം, അല്ലേ? അപ്പം നമ്മൾ ഹാക്ക് ചെയ്യപ്പെട്ടില്ലേ? നമ്മൾ ക്രോം പോലത്തെ ബ്രൗസേഴ്സും നമ്മൾ ഡാറ്റ സെർച്ച് ചെയ്തു. അത് പല സൈറ്റുകളും പല വെബ്സൈറ്റുകളും അത് അറിയുന്നുണ്ട് ഞാൻ എന്താ സെർച്ച് ചെയ്യുന്നത്. അപ്പം നമ്മളും ഹാക്ക് ചെയ്യപ്പെട്ടു. ഇതാണ് ഫസ്റ്റ് ആൻഡ് മെയിൻ തിങ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോമിൻ്റെ സെറ്റിങ്സ് അല്പം മാറ്റേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് ക്രോമിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സ് എടുത്ത് സെറ്റിങ്സ് എന്ന ഓപ്ഷൻസ് എടുക്കുക. അതിൽ പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൈവസിക്കകത്ത് നമ്മൾ ഡു നോട്ട് ട്രാക്ക് എന്നൊരു ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടുന്നു. ഇനി അടുത്തതായിട്ട് ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ. ഇതുവരെ നമ്മൾ ബ്രൗസ് ചെയ്ത ഡാറ്റ എല്ലാം ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ബേസിക്സിൽ നമ്മൾ ടൈം റേഞ്ച് ഓൾ എന്ന് കൊടുത്തിട്ട് ഈ 3 ഓപ്ഷൻസും നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ഡാറ്റ അടിക്കുന്നു. ക്ലിയർ ഡാറ്റ അടിച്ചത് കൂടെ ഈ ബ്രൗസറിൽ ഞാൻ ബ്രൗസ് ചെയ്ത എല്ലാ ഡാറ്റയും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സൈറ്റ് സെറ്റിങ്സ് എടുക്കുക. അതിനകത്ത് ഏതൊക്കെ പെർമിഷൻസ് ആണ് ഈ ക്രോമിൽ ഇനേബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. കുക്കീസ് ഉണ്ട്, കുക്കീസ് ഞാൻ ഡിസേബിൾ ചെയ്യുന്നു. ഇനി ക്യാമറയുണ്ട്, അത് ഡിസേബിൾഡ് ആണ്. പിന്നെ മൈക്രോഫോൺ അത് ഞാൻ ഡിസേബിൾ ചെയ്തു. ഇനി മെയിനായിട്ട് നമുക്ക് ഏറ്റവും പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ കുറേ പരസ്യം വരുന്നു, ഫോൺ ഹാങ് ആവുന്നു എന്ന് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് പോപ്പപ്പ് ആൻഡ് റീഡയറക്ട്സ് എടുക്കുക. അതിൽ നമ്മൾ പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് ഡിസേബിൾ ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ആഡ്സ് ഉണ്ട്, അതും ഞാൻ ഡിസേബിൾ ചെയ്യുന്നു. അപ്പോൾ തൽക്കാലം ക്രോം സേഫ് ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഡാറ്റയും ഇനി പുറത്ത് പോവാതെ മാക്സിമം നമ്മൾ സെറ്റിംഗ്സിൽ എല്ലാ പ്രൈവസിയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പ്രൈവസിയും സെക്യൂറബിൾ ആയിട്ട് ബ്രൗസേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പോസിബിലിറ്റി, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ
എന്തിനും അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. ഇപ്പം പത്രം വായിക്കാനും ഗെയിം കളിക്കാനും പാട്ട് പാടാനും എല്ലാത്തിനും അപ്ലിക്കേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനിവാര്യമാണ്. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിനും അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോഴ്സിനും അല്ലാതെ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ എഡിറ്റിങ്ങിന് വേണ്ടിയും അല്ലെങ്കിൽ കുറച്ച് മ്യൂസിക് സൗണ്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനത്തെ അപ്ലിക്കേഷനൊക്കെ ഒരു പക്ഷേ വൈറസ് ഉണ്ടായേക്കാം. നമ്മൾ അറിയുന്നില്ല, കാരണം അത് പ്ലേ സ്റ്റോറിൽ നിന്ന് വരുന്നതല്ല. അങ്ങനെയുള്ള നമ്മൾ തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അവർക്ക് എന്ത് വേണമെങ്കിലും കോഡ് ചെയ്ത് വെക്കാം. നമ്മുടെ ഡാറ്റ എടുക്കാം, നമ്മുടെ കോൾ ഹിസ്റ്ററി എടുക്കാം, നമ്മുടെ മെസ്സേജ് ഒക്കെ അവർക്ക് വായിക്കാം. അതിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഫോണിൽ ഒരു വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മുടെ ഡാറ്റ ഫുൾ എടുത്തുകൊണ്ട് പോകുക, എന്ത് വേണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസ്റ്റ്ലി ഇങ്ങനത്തെ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി നല്ല കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്, അതിന്റെ റിവ്യൂസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. മറ്റൊരു പോസിബിലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമെയിൽ ഫിഷിംഗ്. ആ വാക്കിൽ തന്നെ ഉണ്ട് ഫിഷിംഗ്. സ്പെല്ലിംഗ് ചെറിയ മാറ്റമാണെന്നുള്ള സംഭവം എല്ലാം സെയിം തന്നെയാണ്. തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഹാക്കർ നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മൾ മീനെ പിടിക്കുന്നവരെ ചെറിയ കുടുക്കിട്ട് നമുക്ക് വെക്കും. നമ്മൾ അറിയാത്തവർ ആ കുടുക്കിൽ പോയി കുടുങ്ങുകയും ഹാക്കർ അത് വലിച്ച് നമുക്കുള്ള പണി പുറകെ തരും. അപ്പൊ ഇമെയിൽ ഫിഷിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറയാം. എനിക്കൊരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ ആ ബാങ്കിന്റെ ഇമെയിൽസ് എനിക്ക് വരാറുണ്ട്. ഈ ബാങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇമെയിൽസ് വരാറുണ്ട്. അപ്പം എൻ്റെ ഇമെയിൽ ഐ ഡി എവിടെയോ എക്സ്പോസ് ആവുകയും ഈ ഹാക്കർ എൻ്റെ ഇമെയിൽ ഐ ഡിയെ വാച്ച് ചെയ്യും. അപ്പോൾ എനിക്ക് ഇന്ന ബാങ്കിൽ നിന്ന് മെയിൽ വരാറുണ്ടെന്ന് മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബാങ്കിന്റെ സിമിലർ മെയിൽ ഹാക്കർ എനിക്ക് അയക്കും. എല്ലാം സിമിലർ ആയിരിക്കും. ഇമേജും ബാങ്കിന്റെ പേരും ഫോണ്ടും കളറും എല്ലാം സിമിലർ ആയിരിക്കും. നമ്മൾ ഒറ്റയടിക്ക് എല്ലാം വായിച്ച് നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ്. അവർ ഭയങ്കര അർജൻസി ആയിട്ടും നിങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യണം, നിങ്ങളുടെ അക്കൗണ്ട് റിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഇമെയിൽ ആയിരിക്കും വരും. നമ്മൾ മെയിൽ ഫുള്ള് വായിച്ച് നമ്മൾ ആദ്യം ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാം, നിങ്ങൾ പോയി പാസ്വേഡ് ടൈപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ തന്നെ സേവ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയി കാണും, എങ്ങനെയാണ് ഫേക്ക് ആണോ ഫേക്ക് അല്ലേ എന്ന് കണ്ടുപിടിക്കുക. അതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഇന്ന് ഓൺലൈനിൽ തന്നെ നമുക്ക് URL അടിച്ചു കൊടുത്താൽ ഫേക്ക് ആണോ അല്ലേ എന്ന് പറയാൻ ഒരുപാട് ഹെൽപ്പിംഗ് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് securi.net എന്ന ഒരു വെബ്സൈറ്റാണ്. SUCURI. ഞാൻ പലപ്പോഴും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ബെനിഫിറ്റ് ആയി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം റീസെൻ്റ്ലി എനിക്ക് വന്നൊരു മെസ്സേജിനകത്തുനിന്ന് ഞാൻ എടുത്ത ഒരു URL ആണ്. അത് ഇവിടെ അടുത്തുള്ള ഷോപ്പിംഗ് മാളിൽ നമുക്ക് $150 ഓഫർ കിട്ടുന്നു എന്നാണ് ആ വെബ്സൈറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ URL കൊടുത്തിട്ടുണ്ട്. സ്കാൻ വെബ്സൈറ്റിൽ നിന്ന് കൊടുത്തപ്പം മാൽവെയർ ഒന്നുമില്ല, പക്ഷേ സൈറ്റ് ബ്ലാക്ക് ലിസ്റ്റ് ആണ്. കാരണം ഹൈലി റിസ്ക് ആയതുകൊണ്ട് എന്തോ ഒരു വൈറസ് ഓർ എന്നോട് എന്തോ ഈ വെബ്സൈറ്റിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുക. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് വരുന്ന മെയിലിൽ നിന്നും SMS നിന്നൊക്കെ ഉള്ള URL ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു തരം വരെ നമുക്ക് ഇങ്ങനത്തെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് അത് ഫേക്ക് ആണോ ഫേക്ക് അല്ല എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിനു മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ഇമെയിൽ ഐ ഡി ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ വേണ്ടാത്ത റോങ് വെബ്സൈറ്റുകളിലൊക്കെ പോയിട്ട് സൈനപ്പ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ഒന്നും നമ്മുടെ പ്രൈമറി ഇമെയിൽ ഐ ഡി ട്രൈ ഔട്ട് ചെയ്ത് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാക്കേഴ്സ് അത് ട്രാക്ക് ചെയ്യും, അവരുടെ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി ഹാക്ക് ചെയ്യപ്പെട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഓരോ ഇമെയിലിൽ സെൻഡ് ഇമെയിൽ ഐ ഡി ഹാക്കറാണോ എന്ന് തിരിച്ചറിയാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഹാവ് ഐ ബീൻ പോണ്ട് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ഇത് കുറേ നാൾ ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്. സ്പാം മെയിൽ വന്ന ഒരു ഇമെയിൽ ഐ ഡിയാണ്. ഞാൻ ട്രൈ ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓൾറെഡി അത് കാണിച്ചു. ഓൾറെഡി ഇത് പോണ്ടാണ്. ഓൾറെഡി ഇതൊരു ഫേക്ക് ഇമെയിൽ ഐ ഡിയാണ്. ഇനി ഒറിജിനൽ ഇമെയിൽ ഐ ഡി കൂടെ ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, അത് നോ പോണ്ട് ഫൗണ്ട്, അതായത് ഇത് എവിടെയും ട്രൈ ഔട്ട് ചെയ്തില്ല, ആരും ഇത് വെച്ച് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇമെയിൽ ഐ ഡി ഗുഡാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഹാക്ക് ആയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. നോർമലി നമ്മൾ ചിന്തിക്കും ഇതും കൊണ്ടൊക്കെ അവർക്ക് എങ്ങനെ ഗുണം, നമ്മുടെ ഡാറ്റ കിട്ടിയതുകൊണ്ട് എങ്ങനെ അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. അഡ്വർടൈസിങ് കമ്പനീസ് ഉണ്ട്. അഡ്വർടൈസിങ് കമ്പനീസ് പറഞ്ഞാൽ പലതരത്തിലുള്ള അഡ്വർടൈസിങ് കമ്പനിയുണ്ട്. നമുക്ക് പരസ്യം കാണിക്കുന്ന അഡ്വർടൈസിങ് കമ്പനി മാത്രമല്ല, ഇപ്പോൾ ഒരു പുതിയൊരു ബിസിനസ് വരാൻ പോവുക. അപ്പം ആ ബിസിനസ് ചെയ്യുന്ന മുമ്പ് ആ കമ്പനികൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ അഡ്വർടൈസിങ് കമ്പനികളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് അല്ലെ ഇന്ന പ്ലേസിൽ ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ എന്ത് ബിസിനസ് ആണ് നല്ലത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇങ്ങനത്തെ കളക്ട് ചെയ്തിട്ട് നമ്മുടെയൊക്കെ ഫോണിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റുകളൊക്കെ അവർക്ക് ഡാറ്റാബേസ്, ആ ഡാറ്റാബേസിന് അവർ മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇന്ന സ്ഥലത്ത് ഇന്ന ഫുഡിനാണ് ഡിമാൻഡ്, ഇന്ന ഡ്രസ് ഐറ്റംസിനാണ് ഡിമാൻഡ്, അങ്ങനെ ആ ഡിമാൻഡ് മനസ്സിലാക്കിയിട്ട് ബിസിനസ് പഠിക്കാൻ വേണ്ടി ഈ ഡാറ്റ ഓരോന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇനി ഇതുപോലത്തെ ഹാക്കേഴ്സ് മറ്റൊരു രീതിയിലാണ് ഈ ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത്. ഇനി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, അവർ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, അവർക്ക് ഇമെയിൽ ക്യാമ്പയിനിങ് വേണം. അതായത് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാന്ന് ഒരു ഏരിയയിലുള്ള എല്ലാവർക്കും
ഇമെയിൽ ചെയ്യണം. ഈ കമ്പനിക്ക് ഡയറക്റ്റ് പോയിട്ട് ഓരോ വീടുകളിൽ പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ എന്താ, നിങ്ങളുടെ മെയിൽ ഐ ഡി എന്താ ചോദിക്കാൻ പറ്റില്ല, നിങ്ങളുടെ അഡ്രസ്സ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ അഡ്വർടൈസിങ് കമ്പനിയെ കോൺടാക്ട് ചെയ്യും. അവരെന്ത് ചെയ്യും, അവർ ഡാറ്റാബേസിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും, അപ്പോൾ അവർക്ക് ഇമെയിൽ ഐ ഡി അഡ്രസ്സ് ഈസി ആയിട്ട് കിട്ടും. ഇങ്ങനെ കൊടുക്കുന്ന ഓരോ ഇമെയിൽ ഐ ഡിക്കും ഓരോ അഡ്രസ്സിനും ഇങ്ങനത്തെ കമ്പനികൾ ഈ അഡ്വർടൈസിങ് കമ്പനിക്ക് പേ ചെയ്യും. അപ്പം ഈ അഡ്വർടൈസിങ് കമ്പനിയുടെ ജോലി എന്താ, നമ്മുടെയൊക്കെ ഡാറ്റ സ്ക്രാച്ച് ചെയ്ത് എടുക്കുക, അവർക്ക് അത് എമൗണ്ട് ആക്കി മാറ്റുക. ഇതിലൂടെ നമ്മൾ ഓരോരുത്തരും ഹാക്ക് ചെയ്യും. സെറ്റിംഗ്സും പ്രൈവസി പോളിസീസും ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാനും ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ഹാക്കിനെ റോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സെക്യൂർ ആക്കി വെക്കാൻ പറ്റും. ഇങ്ങനത്തെ ഹാക്കേഴ്സിന് കഴിയുന്ന ഒരു തരം വരെ നമുക്ക് നമ്മുടെ അശ്രദ്ധ മൂലം നമ്മളതിന് ഒന്നും നഷ്ടപ്പെടത്തില്ല, അത് എൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നാ അപ്പാ ചിരിക്കുന്നേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വല്ല റോസ്റ്റിംഗും ചെയ്ത് 1 മില്യൺ അടിക്കാൻ നോക്ക്. നമ്മൾ ഇൻഫർമേഷൻ വീഡിയോയും ട്രാവൽ വീഡിയോ ഒക്കെ അല്ലേ ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് കണ്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തരുന്ന ലൈക്കും കമന്റും സബ്സ്ക്രിപ്ഷൻ തന്നെ മതി നമുക്ക് ബൂട്ടാ ലോട്ടറി അടിച്ച ഫീലിംഗ് ആണ്. അതിൽ പറയാം എന്ത് 1 മില്യൺ വന്ന് വീട്ടിലും ട്രോളാൻ തുടങ്ങി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കട്ടയ്ക്ക് നിൽക്കും, വേണേ കണ്ടോ. എന്തായാലും വീടിലെ കാല് ഉസാറായാൽ മതി. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് കണ്ടോ, നാണം കെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോവുമായിട്ട് ട്രാവൽ വിത്ത് അമേരിക്കയിൽ വീണ്ടും വരുന്നതാണ്. See you soon.